അവിടെ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ആ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ബ്ലഡ് ടെസ്റ്റ് നടത്തി, MRI ടെസ്റ്റ് നടത്തി, പല ടെസ്റ്റുകളും നടത്തി. അത് കഴിഞ്ഞിട്ട് 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടർമാരൊക്കെ ഞങ്ങളെ വിളിച്ചു വരുത്തി പറഞ്ഞു, ഇവൻ്റെ ബ്രെയിനിൽ പ്രോട്ടീൻ തലയ്ക്കടിച്ചതാണെന്ന് പറഞ്ഞു. പ്രോട്ടീൻ തലയ്ക്കടിച്ചുകൊണ്ട് അവന് ബോധം മറഞ്ഞു പോയതാണെന്ന് പറഞ്ഞു. പിന്നീട് വേറൊരു ടെസ്റ്റിൻ്റെ റിപ്പോർട്ടിൽ വന്നപ്പോൾ ഇവൻ്റെ ശരീരത്തിൽ പ്രോട്ടീൻ്റെ എൻസൈംസ് ഇല്ല എന്നാണ് പറയുന്നത്. അതായത് ഒരു പ്രോട്ടീൻ ഉണ്ടാവുന്നത് 28 അമിനോ ആസിഡിൻ്റെ കൂടിയതാണ് ഒരു പ്രോട്ടീൻ്റെ സ്ട്രക്ചർ ഉണ്ടാവുന്നത്. അതിൽ പ്രോട്ടീൻ ദഹിക്കാനുള്ള ഒരു എൻസൈംസ് ഇല്ലാത്തതുകൊണ്ട്, ലിവറിലില്ലാത്തതുകൊണ്ട് അവന് പ്രോട്ടീൻ കണ്ടന്റുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ പ്രോട്ടീൻ കണ്ടന്റില്ലാത്ത ഭക്ഷണം കഴിക്കാണ്ട് ഇവന് ഡയറ്റ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പ്രോട്ടീൻ്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. കൂടി കഴിഞ്ഞാൽ വോമിറ്റിങ്ങും വരും, ഛർദിയും വരും, ബോധക്ഷയം ഉണ്ട്. ഇങ്ങനെ 2022 വർഷത്തിൽ ഞങ്ങൾ എല്ലാ മാസത്തിലും ആശുപത്രി കയറി ഇറങ്ങുകയുണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 14 അഡ്മിഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ എറണാകുളത്തെ അഡ്മിഷൻ. അവിടുത്തെ പ്രോട്ടീൻ്റെ കുറവുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് അവർ ഫോളോ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പ്രോട്ടീൻ കണ്ടന്റില്ലാത്ത ഭക്ഷണം കഴിച്ചതുകൊണ്ട് ദേഹത്ത് മൊത്തം റാഷസ് വന്നു. റെഡ് കളറുള്ള റാഷസാണ് വന്നത്. അപ്പോൾ പിന്നെ അത് അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ അമിനോ ആസിഡിൽ ഐസോലോസിൻ എന്ന് പറഞ്ഞൊരു കണ്ടൻറ്റ് വളരെ കുറവുള്ളതുകൊണ്ടാണ് പ്രോട്ടീൻ കുറവുള്ളത് കാണിക്കുന്നത് പറഞ്ഞത്. അതിനുശേഷം ഐസോലോസിൻ്റെ ഒരു പൊടി കൊടുത്തപ്പോൾ അവൻ അത് റിക്കവർ ചെയ്ത് വന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് അവിടുത്തെ സൂപ്രണ്ടൻ്റായിട്ടുള്ള നേഴ്സുമാർ 2 പേരുണ്ടായിരുന്നു. ഒന്ന് സിന്ധു സിസ്റ്ററും ഒന്ന് മേരി സിസ്റ്ററുമാണ് ഞങ്ങളുടെ അടുത്ത് കൃപാസനത്തിനെ കുറിച്ച് പറയുന്നത്. കൃപാസനത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് പറയുന്നത് ഡിസംബർ 22 2022 ആ 2 സിസ്റ്റർമാർ പറഞ്ഞിട്ട് 3 ദിവസം ഉടമ്പടി തൈലം വെച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി മോൻ്റെ വയറ്റിലൊക്കെ തടവി പ്രാർത്ഥിച്ചു. 24 ഞങ്ങൾ ഡിസ്ചാർജ് ആയി. അപ്പോൾ ഞങ്ങൾ കൃപാസനത്തിനെ കുറിച്ച് അറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് 27 ഞാൻ വന്നിട്ട് ഇവിടെ ഉടമ്പടി എടുത്തു.